ഇതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ടൊരു കാര്യം ആലോചിക്കുക. സ്വന്തം ഒരു വേണ്ടാത്തരം ചെയ്യും പോലെയല്ല തിന്മക്ക് ലീഡർഷിപ്പ്. അത് അപകടമാണ്. തിന്മ ചെയ്യും പോലെയല്ല തിന്മക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, സ്വന്തമായി തെറ്റുകുറ്റങ്ങൾ ചെയ്യരുത് മക്കളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ചിന്തിക്കേണ്ടതാണ്. സ്വന്തമായി തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൂടാ, പക്ഷേ അതൊരു സംഘടിത സ്വഭാവത്തിൽ എന്തായാലും ചെയ്തുകൂടാ. സ്വന്തമായി ചെയ്യുമ്പോൾ നമ്മുടേത് മാത്രം പേറിയാൽ മതിയാകും. സംഘടിത സ്വഭാവത്തിലാകുമ്പം നാം ആരെയൊക്കെ പ്രമോട്ട് ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിന് വേണ്ടി അവരുടേത് മുഴുവനും തലയിലേറ്റേണ്ടി വരും. അവിടെയാണ് അലാ സാഅ മാ യസിറൂൻ. അവരേറ്റുന്ന ലോഡ് എത്ര മോശമാണ്, പേറേണ്ടി വരുന്ന ലോഡ് എത്ര മോശപ്പെട്ട ലോഡാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് അവിടെയാണ്. അതുകൊണ്ട് നന്നായി ഓർക്കുക, സ്വന്തം തിന്മ ചെയ്യും പോലെയല്ല മറ്റൊരാൾക്ക് തിന്മക്ക് നേതൃത്വം നൽകുന്നത്. ഭീകരമാണത്, അസഹ്യമാണത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് കല്യാണ വീട്ടിലെ ദുരാചാരങ്ങൾ, കല്യാണ വീട്ടിലുണ്ടാകുന്ന ആഘോഷ പരിപാടികളോടനുബന്ധിച്ചുണ്ടാകുന്ന ആഭാസങ്ങൾ. ന്യൂ ഇയർ വരാനിരിക്കാം, പറയാതിരിക്കാൻ വയ്യ. ന്യൂ ഇയർ ആഘോഷത്തിൽ എന്റെ ചെറുപ്പക്കാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാറുണ്ട്. സംഘടിതമായിട്ട് കൂടിയിട്ട് അന്ന് വരെ നുണഞ്ഞു നോക്കാത്തവൻ അന്ന് കുപ്പി പൊട്ടിക്കാൻ തയ്യാറാവുകയാണ്. എന്നിട്ടോ ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പം 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ഡോക്ടറിനോട് വളരെ സങ്കടപൂർവ്വം പറഞ്ഞു, ഈ ഡോക്ടറോട് എന്റെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹം ചോദിച്ചത്, മോനെ മദ്യപിക്കാറുണ്ടോ? അദ്ദേഹം വയറ്റിന്റെ ഒരു പ്രശ്നം പറഞ്ഞെത്തിയതാ, മദ്യപിക്കാറുണ്ടോ? 19 വയസ്സായത്. അപ്പോ ഉടനെ ഈ മോൻ പറഞ്ഞ മറുപടി, സാറേ വല്ലപ്പോഴും ഒക്കെ കമ്പനി അടിച്ചൊക്കെ എന്ന്. കണ്ടാ, കമ്പനി അടിച്ചു വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകാറുണ്ട്, അതിനപ്പുറമൊന്നും അതൊരു ശീലാക്കി മാറ്റാറില്ല. ഇതാ ഞാൻ പറഞ്ഞത്, കമ്പനി അടിച്ച് തെറ്റ് ചെയ്യുന്നത് കരുതിക്കോ. അവിടെ നിന്നാണ് സർവ്വ വേണ്ടാത്തരങ്ങളും കടന്നു വരുന്നത്. കല്യാണത്തിന്റെ തലേനാളുള്ള കൂത്താട്ടങ്ങൾ അവസാനിപ്പിക്കണം. അധിക മഹല്ലുകളിലേക്കും കടന്നു വരുന്ന കല്യാണത്തോടനുബന്ധിച്ചുള്ള ഒരുപാട് വേണ്ടാത്തരങ്ങളുണ്ട്. ആഘോഷ പരിപാടികളിലൊക്കെ ചേക്കേറുന്ന ആഭാസങ്ങള്, അതിനെ നാം അരിഞ്ഞുകൊല്ലണം. അല്ലെങ്കിൽ നമുക്ക് ഖബറിൽ കിടക്കാൻ സുഖമുണ്ടാകില്ല. പുതിയാപ്പള വരുമ്പോ ചടക്കം പൊട്ടിക്കുന്ന വളരെ വൃത്തികെട്ട ഒരു സ്വഭാവം ഇതാ നാട്ടിലില്ലായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. പിന്നെ അവന് വാശിയായി, അവന്റെ കല്യാണത്തിന് പൊട്ടിച്ചാൽ പിന്നെ അങ്ങനെ തുടർന്ന് പൊട്ടിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരു കല്യാണത്തിന് പങ്കെടുത്തപ്പോ, ഒരു കല്യാണ സദസ്സിൽ പങ്കെടുത്തപ്പോ ചടക്കം പൊട്ടിക്കരുതെന്ന് അവിടുത്തെ കമ്മിറ്റി സ്റ്റേണായി നിന്ന് അവരോട് പറഞ്ഞു. പൊട്ടിക്കൂല എന്ന് പുതിയാപ്പിളയും കുടുംബവും ഒക്കെ പറഞ്ഞു. പക്ഷേ വന്ന് മുറ്റത്തേക്ക് കടന്നപ്പം പെട പൊട്ടി. ചോദിച്ചപ്പോ പൊട്ടിച്ചവനെ പിടികൂടി. ആണത്വത്തോടുകൂടി അവർ ചോദ്യം ചെയ്തപ്പോ പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം പറയുന്നു, നിങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്ന പുതിയാപ്പിള എന്റെ ജ്യേഷ്ഠൻ മരിച്ച് 40 കഴിയുന്നതിന് മുമ്പ് ചടക്കം പൊട്ടിച്ച ആളാ. എന്റെ പുതിയാപ്പിള മുമ്പ് ഞാൻ ഓനെ വിടുവോന്ന് ഇതാ ചോദിക്കുന്നത്. ഈ രൂപത്തിലാണ് ഇത് വളർന്നു വരുന്നത്. ചടക്കം പൊട്ടിക്കരുതെന്ന് പള്ളിയിലെ ഉസ്താദ് പറഞ്ഞതിന്റെ പേരില് നിക്കാഹ് നടക്കുന്ന ടീഫോയുടെ അടിയിൽ നിന്ന് ചടക്കം പൊട്ടിച്ചു എന്റെ ചെറുപ്പക്കാർ. ഈ അവസ്ഥയിലായാൽ സംഗതി അപകടമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ എത്ര കാലം ഈ മാലപ്പടക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ കല്യാണത്തിൽ, എത്ര നാൾ കല്യാണത്തിന്റെ നാളുള്ള മദ്യസൽക്കാരം നിലനിൽക്കുന്നുണ്ടോ? പള്ളി പ്രസിഡന്റിന്റെ മകൻ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രസിഡന്റിന്റെ വീട്ടിലും കുപ്പി പൊട്ടി. തലേനാള് പ്രസിഡന്റിനെ വിളിച്ച് നാട്ടുകാർ ചോദ്യം ചെയ്തപ്പം പ്രസിഡന്റ് മോനെ വിളിച്ച് രോഷാകുലനായപ്പം മോൻ പറഞ്ഞു, ഉപ്പാ ഞാൻ കുടിച്ചിട്ടില്ല, എന്നാലോ നീ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരെന്റെ കല്യാണം വഷളാക്കുമെന്നാ പറഞ്ഞത്, അവരെന്നെ ബഹിഷ്കരിക്കുമെന്നാ പറഞ്ഞത്. മോനെ, ഇത്തരം കൂട്ടുകെട്ട്, ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അങ്ങ് വിട്ടാളാ. അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നീയറിയാതെ നിന്റെ അക്കൗണ്ട് തടിപ്പിക്കും. ചെറുപ്പക്കാരാ, ഈ കമ്പനി നമുക്ക് വേണ്ട. ഇതിനു വേണ്ടിയാണോ നമ്മൾ കമ്പനി കൂടുന്നത്? അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിച്ചു കളയാൻ, ദീനിനോട് യോജിക്കാത്ത കാര്യങ്ങൾ നാട്ടിൽ ഒരു നിലക്കും സ്ഥാപിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരം വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ, ധൂർത്തിൽ നിന്ന്, വേണ്ടാത്ത മാമൂലുകളിൽ നിന്ന് എല്ലാം ഈ ലോകം മാറി നിന്നെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും എന്റെ സഹോദരിമാരോടും ഞാൻ ഉണർത്തുകയാണ്. ഇത് നിങ്ങൾ ഒരിക്കലും തന്നെ മറന്നു പോവാൻ